മറ്റേ വെള്ള കത്രിക വേണമല്ലോ. കത്രിക പറ്റില്ലല്ലോ, എന്താ ചെയ്യാ? ഞാൻ എടുത്തിട്ട് വരട്ടെ. നേരം വെക്കൂല. സ്മെല്ല് ഈ ചെടികൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ്, പ്രൊട്ടക്ഷൻ വലയാണ് വിരിച്ചിരിക്കുന്നത് പറയും സ്മെല്ല് കൊണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സ്മെല്ല് ഇവിടെ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ശത്രു കീടങ്ങളെ അകറ്റിയിട്ട് മിത്ര കീടങ്ങളെ ആകർഷിക്കും. ഇതാണ് നമ്മുടെ മാരിഗോൾഡിൻ്റെ ഒരു മെത്തേഡ്. അത് സ്മെല്ല് നമുക്കും ഫീൽ ചെയ്യുന്നില്ലേ? ആ ഫ്ലവർ വേണ്ടല്ലോ, ഈ ഫ്ലവർ ആയിട്ടില്ല. നമ്മുടെ വില്ലയുടെ പുറത്തുള്ള ഗാർഡൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം എത്ര മീറ്റർ വീതി നീളമുണ്ടാവും? ഒരു 3/2 ആണോ 4/5? 5 മീറ്റർ ഉണ്ടാവോ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഒരു വീട്ടിലേക്ക് കൊണ്ട് എല്ലാ വെജിറ്റബിളും നട്ടിട്ടുണ്ട്. അതായത് എല്ലാ വെജിറ്റബിളും, പയർ വർഗ്ഗങ്ങൾ, സാധാരണ നീളത്തിലുള്ള പയർ, ഇത് ക്ലസ്റ്റർ ബീൻസ്, അമര, കോൺ, വെണ്ട, പിന്നെ വഴുതന, പിന്നെ ചീര, ഇത് ജർജീറണ്ട, പിന്നെ മറ്റേ നമ്മുടെ പാലക്ക്, പിന്നെ എന്താ തണ്ണിമത്തൻ, അങ്ങനെ എല്ലാവരും. ഇനി അതിൻ്റെ ഇടയിൽ കാണാൻ ഭംഗിയിൽ ഈ ഫ്ലവേഴ്സ്. നേരെ മുമ്പിൽ എന്താ അവിടെ ഹോളി ഹോക്സ് വളർന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സീനിയ ചെടി വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മല്ലികച്ചെടി മാരിഗോൾഡ് വളർന്നു വരുന്നുണ്ട്. അതിന് ഈ റോട്ടിൽ തന്നെ ഞാൻ എല്ലാം, തക്കാളി ചെടി വളർന്നു വരുന്നുണ്ട്, എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടി പോകുന്നവർക്കൊക്കെ ഉണ്ട് കാഴ്ചയാണല്ലേ. കാഴ്ച മാത്രമല്ല, ഇതുപോലെ ചെയ്യാൻ ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവണ്ടല്ലോ പറഞ്ഞ എല്ലാവരും ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഇവിടെ പയർ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പച്ചകളുടെ ഇടയിൽ ഇങ്ങനെ ചുമപ്പ് വരുമ്പോഴല്ല, പച്ച കളറിൻ്റെ ചുമപ്പ് വരുമ്പോൾ കുറേ നമുക്ക് ഈ കീടങ്ങളുടെ ആക്രമണം ഇതിലൊക്കെ തിന്ന് പോകുന്നതിനൊക്കെ ഒരാശ്വാസമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇത് മറ്റേ വയലറ്റ് കളർ പയറാട്ടാണ് ഇവിടെ ഉള്ളത്. വയലറ്റ് കളറില്ലേ, ഞാൻ ഒരുപാട് നീട്ടുള്ളതല്ല ഇവിടെ വെച്ചത്, കാരണം റോട്ടിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ല, ഇങ്ങനെ പയറ് നീളം കുറവുള്ള ഒരു വയലറ്റ് കളറ് കാണാനും രസമാണ്. പിന്നെ മാത്രമല്ല, അതിങ്ങനെ വിളവെടുക്കാന്നുള്ളതൊരു ജോലി തന്നെയല്ലേ. ഈ ചീര ഏതാണെന്നറിയോ? നല്ല അടിപൊളി കളറല്ലേ, മാഷാല്ലാ. ഇങ്ങനെ കൊല കട്ട് ചെയ്യാം. തന്നെ ആയിരിക്കും എനിക്കറിയാം വിളവെടുത്ത്. ബ്രാഞ്ച് എടുത്തോ. പക്ഷെ ഇതിനൊക്കെ നല്ല വന്നിട്ട് വേണം, കത്തി മതിയായിരുന്നു, കത്തിരിക്ക വേണ്ട. പിന്നെ പയർ വെക്കണല്ലേ നല്ലത്. തൽക്കാലം കറിയാത്തോണ്ടാണ് ശരിക്കും ഈ പ്രായമാണ് രസം. ഏകദേശം വിളവെടുക്കാനായിരുന്നു. ഇത് അമരയാണ്, നല്ല രുചിയുള്ള പയറാണ്. നല്ല വലുതാവും. നല്ല ഇളയ പ്രായത്തിൽ തോരൻ ഉണ്ടാക്കണമെന്ന് ഏറ്റവും രസമാണ്. മൊത്തത്തിൽ ഇവിടെ എല്ലാം കൂടി ആ ഒരു കോമ്പിനേഷനിൽ മിക്സ് ചെയ്തപ്പോൾ ഇതുവരെ ഇതിൽ കീടങ്ങൾക്കൊക്കെ ഒരു കുറവ്, കീടങ്ങളില്ലാന്ന് തന്നെ പറയാല്ലേ. ഇവിടെ ഗൾഫിൽ കീടങ്ങളില്ലാന്നല്ല കേട്ടോ പറയുന്നത്, ഇവിടെ നിറയെ കീടങ്ങളാണല്ലോ. ഇതൊക്കെ വഴുതന പറിക്കാനായിട്ടില്ല, വഴുതനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ചാടണം. ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ ഇങ്ങനെ എനിക്കൊരു സുഖത്തിന് എടുത്താൽ മതി. പെട്ടെന്ന് ഇതെടുക്കാവാതെ നഷ്ടമല്ലേ അത്? അല്ല, ടേസ്റ്റ് അല്ലേ ആളുകൾക്ക് വേണ്ടത്, നഷ്ടത്തിൻ്റെ അല്ല. ടേസ്റ്റ് എണ്ണം കൂട്ടാം. ചെറുതായിട്ട് പറിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കില്ല. നമ്മളാവുന്നത് ഒട്ടും ചെടിയിൽ മൂക്കാതെ വേഗം പറിക്കുക. ചെറു പ്രായത്തിൽ തന്നെ ഇനിയും ഉണ്ട് അവിടെ കണ്ട. ആ ഒരു പ്രായത്തിലാണ് നമുക്ക് കടയിൽ വരുന്നത്. ഭയങ്കര ആ ഒരു നമ്മുടെ വിരലിൻ്റെ ഒക്കെ
ആ കുഞ്ഞ് ആ കുഞ്ഞിതാ. അപ്പോൾ എന്താന്ന് വീണ്ടും വീണ്ടും വേഗം ഇതിപ്പോൾ കണ്ടില്ലേ, പിറ്റേ ദിവസം നമുക്ക് വിളവെടുക്കാം. അങ്ങനെ നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ വലുതായി എത്രയോ ആവണം. പക്ഷെ അതിന് രുചിയില്ല. നല്ല ചെറിയ വെണ്ടയ്ക്കൊക്കെയാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ പറിക്കുമ്പോഴാണ് അതിന് നല്ല രുചി വരുന്നത്. അതായത് ദേ കണ്ട പയർ മൂത്ത്, പയർ അപ്പുറമൊക്കെ പറിക്കാനുണ്ട് ആ സൈഡിൽ. പയറൊക്കെ ശരിക്കും ഒരുപാടൊന്നും വേണ്ടല്ലേ. പയറ് കൊറേ ഉണ്ട്. 4-5 കടണ്ട് ഇങ്ങനെ വെട്ടി വെച്ചെടുത്താലേ ആ സമയത്തിന് എടുത്തോണ്ട് വെള്ളരി ഇപ്പൊ എടുക്കണ്ടല്ലോ, നാളെ എടുക്കാല്ലേ. അതല്ല ഇപ്പൊ കൊറേ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയാം. പിന്നെ ഇത് ഇതാവൂല.